പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, എയ്ഡഡ് കോളേജ്, ഗവൺമെന്റ് കോളേജ്, സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലെ 4 വർഷ ഡിഗ്രി കോഴ്സുകളിലേക്കും അതുപോലെ തന്നെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എന്താണ് 4 വർഷ ഡിഗ്രി എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപേക്ഷ ഫീസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 600 രൂപ ജനറൽ OBC വിദ്യാർത്ഥികൾക്കും SC ST അതുപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് വിദ്യാർത്ഥികൾക്ക് 300 രൂപയാണ് അപേക്ഷ ഫീസ് ആയിട്ട് നൽകേണ്ടത്. ഇനി അപേക്ഷാ സമർപ്പണത്തിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, എൻ്റർ വെരിഫിക്കേഷൻ കോഡ് എന്നുണ്ടാവും. ഇത് ഒരു വട്ടം രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് പിന്നീടുള്ള ആവശ്യങ്ങൾക്കാണ് ഇത് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് നോക്കാം. രജിസ്റ്റർ ഹിയർ, ഇവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടത് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ജെൻഡർ, ഇമെയിൽ ID, ആധാർ നമ്പർ, പാസ്വേഡ്. നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. കാറ്റഗറി ഏതാണെന്ന്, ജനറൽ ആണോ, അതുപോലെ തന്നെ CBC ആണോ, SC ST ആണോ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. രജിസ്ട്രേഷൻ ഫീസ് അതിനുശേഷമാണ് വരിക. ഓക്കെ, മൊബൈൽ നമ്പറും കൊടുക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും നമ്മുടെ പാസ്വേഡ് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും. ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടാവും, പാസ്വേഡ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ക്ലിക്ക് ഹിയർ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുക. അതിനു മുമ്പ് പാസ്വേഡ് യൂസർ നെയിമും എടുത്ത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് കൂടി അറിയിക്കാം. ഓക്കെ, ഇനി നമ്മൾ ആ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക, പാസ്വേഡ് ഇവിടെ കൊടുക്കുക, എൻ്റർ വെരിഫിക്കേഷൻ കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾ കൊടുത്ത പാസ്വേഡ് തന്നെയായിരിക്കും. ഓക്കെ, എന്നാലും ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഭാഗമാണ് വരിക. അവിടെ ആദ്യം കാൻഡിഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ട്, അക്കാദമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ ഉണ്ട്, ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്, അപ്ലോഡ് സിഗ്നേച്ചർ ഉണ്ട്, ആഡ് ആൻഡ് ചേഞ്ച് ഓപ്ഷൻ ഉണ്ട്, മേക്ക് പേയ്മെന്റ് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, പ്രിന്റ് റെസിപ്റ്റ് ആൻഡ് കണ്ടിന്യൂ, വെരിഫൈഡ് ആപ്ലിക്കേഷൻ, പ്രിന്റ് ഔട്ട് ദ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ ഫോം. ഇനി നമ്മൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇനി നെക്സ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ നെയിം ഓഫ് അപ്ലിക്കന്റ് അവിടെ ഉണ്ടായിരിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരിക്കും, ജെൻഡർ ഉണ്ടായിരിക്കും, നാഷണാലിറ്റി ഇന്ത്യൻ ആണ്, ഹൗസ് നെയിം, സ്ട്രീറ്റ്, പ്ലേസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പോസ്റ്റ് ഓഫീസ്, ഈ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുക. കൂടെ തന്നെ ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക, പാരന്റ് ഗാർഡിയൻ നെയിം നൽകുക. ഇവിടെ പ്ലീസ് റീഡ് ദ ഇൻസ്ട്രക്ഷൻ ബിഫോർ ഫില്ലിംഗ് ദ റിസർവേഷൻ. ഓരോ റിസർവേഷനെ കുറിച്ചുള്ള കാര്യമാണ്, അത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. നമ്മൾ അത് വായിച്ചതിന് ശേഷം നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ്. ക്രീമിലെയർ ആണോ, OBC ആണോ എന്നാണ് ചോദിക്കുക, CBC റിസർവേഷൻ ആണോ, കാസ്റ്റ് ഏതാണ്, റിലീജിയൻ, ഹാൻഡിക്യാപ്ഡ് വിദ്യാർത്ഥിയാണോ, കമ്മ്യൂണിറ്റി റിസർവേഷൻ എലിജിബിൾ ആണോ, OEC ആണോ, ഏതാണ് കാറ്റഗറി, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണ്. പിന്നെ നമുക്ക് സ്പെഷ്യൽ വെയിറ്റേജിനുള്ള NCC ഉണ്ടോ, NSS ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിന് നേരെയുള്ള കോളത്തിൽ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ്. അങ്ങനെ സ്റ്റുഡൻസ് പോലീസ് ഉണ്ടോ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, രാജ്യ പുരസ്കാരം, നന്മമുദ്ര സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ചെയ്യുക. റിസർവേഷൻ നോമിനീസ് യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് എന്നുള്ളതാണോ, കാശ്മീരി മൈഗ്രന്റ് ആണോ, ജമ്മു ആൻഡ് കാശ്മീർ ആണോ, കന്നഡ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണോ, ഉറുദു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണോ, സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ, യെസ് ഓർ നോ. ഓക്കെ, കംപ്ലീറ്റഡ് എനി ഡിഗ്രി കോഴ്സ് ഇൻ റെഗുലർ മോഡ്, മുൻപ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ ഏജ് സ്പെസിഫൈ ചെയ്യുക. അതുപോലെ തന്നെ റെപ്രസെന്റ് എനി സ്പോർട്സ് കോമ്പറ്റീഷൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടോ, സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ അക്കാദമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ ആണ്. ഇവിടെ നമ്മുടെ എക്സാമിന്റെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക. അങ്ങനെ എക്സാമിന്റെ രജിസ്റ്റർ നമ്പർ ക്ലിക്ക് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ്. ഇതിൽ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ റെഗുലർ ആയിരിക്കും. നമ്മളൊക്കെ ബോർഡ് എക്സാം ഏതാണെന്നുള്ളത് കൊടുക്കുക, സ്ട്രീം കൊടുക്കുക, ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ, ഇയർ ഓഫ് പാസിംഗ് കൊടുക്കുക, മാർക്ക് സിസ്റ്റം ആണോ, ഗ്രേഡ് സിസ്റ്റം ആണോ, നമ്മൾ മാർക്ക് സിസ്റ്റം കൊടുത്താൽ മതി. നമ്മളെ പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ട്, നമ്പർ ഓഫ് അപ്പിയറൻസ്, എക്സാം രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഡു യു ഹാവ് പ്രീ നോളജ് ഓഫ് അറബിക് ഇൻ സെക്കൻഡറി, ഹയർ സെക്കൻഡറിയിൽ പ്രീ നോളജ് അറബിക്കിനുണ്ടോ. പിന്നെ നമ്മളെ സബ്ജക്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുക്കുക, ഏതൊക്കെ സബ്ജക്ട് 200 മാർക്ക് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ ഈ വർഷം +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ മാർക്ക് അതിൽ വരുന്നതായിരിക്കും. ഓക്കെ, ചിലപ്പോൾ വരും, ചിലപ്പോൾ വരാതിരിക്കാം. ഓക്കെ, എൻ്റെത് പയതായതുകൊണ്ട് എന്തായാലും വരില്ല. നമ്മൾ 4th സ്റ്റേജിലെത്തി. 4th സ്റ്റേജിൽ നമ്മളെ ഫോട്ടോ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനും സിഗ്നേച്ചർ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ഫോട്ടോ സെലക്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, സിഗ്നേച്ചർ സെലക്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതിന് ക്യാബി മറ്റു കാര്യങ്ങളൊക്കെ 40 KB ആണ് മാക്സിമം സൈസ് സാധിക്കുകയുള്ളൂ. എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ ആഡ് ചെയ്യണം.
നമ്മൾ ഏത് കോഴ്സ് ഏത് കോളേജിൽ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് എക്കണോമിക്സ് ആണ് ഇഷ്ടം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണ് ഇഷ്ടം എന്ന് കരുതാം. അതുള്ള കോളേജ് യൂണിവേഴ്സിറ്റി ഓഫ് ഡിപ്പാർട്ട്മെന്റ് 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് ഡിപ്പാർട്ട്മെന്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിലാണുള്ളത് 5 ഇയർ ഇൻറ്റഗ്രേറ്റഡ്. ഇനി FIUGPയിൽ ഞാൻ ഉദാഹരണം പറയാണ് BA സോഷ്യൽ സയൻസ് എക്കണോമിക്സ് സെലക്ട് ചെയ്തു. മേരി മാത ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇവിടെയാണുള്ളത്, അത് ഞാൻ സെലക്ട് ചെയ്തു. ആഡ് യുവർ ഓപ്ഷൻ, ഒന്നാമത്തെ ഓപ്ഷനായിട്ട് അത് ആഡ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഓപ്ഷൻ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കോളേജ് ലിസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഓക്കെ, ഞാൻ വെറുതെ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ഒരു ഓപ്ഷനാണ് ആഡ് ചെയ്തത്. നിങ്ങൾക്ക് 20ഓളം ഓപ്ഷനുകൾ ആഡ് ചെയ്യാനുള്ള ഇതുണ്ട്. പ്രിവ്യൂ വെരിഫൈ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ. ഇനി പേയ്മെന്റിന്റെ ഓപ്ഷനാണ്. പേയ്മെന്റിന്റെ ഓപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫീ അടച്ചത് നമുക്ക് വെരിഫൈ ചെയ്യാൻ ഉള്ള ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട്. വെരിഫൈ പേയ്മെന്റ് ആൻഡ് കണ്ടിന്യൂ. അത് ക്ലിക്ക് ചെയ്തിട്ട് ഫീസ് അടച്ചു കഴിഞ്ഞതിന് ശേഷം അത് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് എഡിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റിംഗ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ PDF ഡൗൺലോഡ് എടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ ഐ റീഡ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഐ ആം ഫുള്ളി അവെയർ ഓഫ് ദം. എന്നിട്ട് എന്ത് ചെയ്യാം, പേ ഫീസ്. നമുക്ക് ഫീ അടക്കാനുള്ള SBI മുഖേനയാണ് ഫീ അടക്കേണ്ടത്. പേ നൗ. എന്നിട്ട് എന്ത് ചെയ്യാം, പേയ്മെന്റ് പ്രിവ്യൂ വരും. അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കാം, നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ UPI ആയിരിക്കും ഉണ്ടായിരിക്കുക. UPI ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ UPI ID കൊടുക്കുക. UPI ID കൊടുത്താൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഫീ അടക്കാനുള്ള ലിങ്ക് വരും. അത് ഫീ അടക്കുക, കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ഇതിന്റെ പ്രക്രിയ ഉള്ളത്. അങ്ങനെ നമുക്ക് എല്ലാ പ്രക്രിയയും കഴിഞ്ഞതിന് ശേഷം PDF എടുത്ത് സൂക്ഷിച്ച് വെക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്നും കൂടി അറിയിക്കുകയാണ്. അങ്ങനെ ആ PDF എടുത്ത് സൂക്ഷിച്ച് വെക്കുക. പ്രിന്റ് ഔട്ട് എടുത്ത് വേണമെങ്കിൽ എടുത്ത് വെക്കാവുന്നതാണ്. അടുപ്പിച്ച സമയത്ത് അത് ഹാജരാക്കേണ്ടി വരും. ഓക്കെ, ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.